ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വരുമ്പോൾ നല്ലൊരു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നാണ് ഇത്ര ദിവസം. അപ്പൊ എന്തായാലും നമ്മുടെ മെഗാസ്റ്റാറിന്റെ മെഗാ പവർ ആയിട്ടുള്ള തകർക്കുന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഫാൻ ഷോക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മൾ സിനിമക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതിൽ എടുത്തു പറയേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞത് മമ്മൂട്ടി വൈശാഖ് കോംബോ. അത് അത്രയുള്ളൂ. പോക്കിരാജ മധുരാജ എന്ന സിനിമകൾക്ക് ശേഷം രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. അതിനുശേഷം മൂന്നാമതായിട്ട് ഇവർ ഒന്നിക്കുന്ന ഒരു സിനിമ അല്ലെ. ഫാൻസുകാർക്ക് വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഹൈപ്പിലാണ് ഈ പടം വന്നിട്ടുള്ളത്. അത് അത്രയുള്ളൂ. കാരണം ഇത് ഫാമിലി ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന സിനിമയാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഒരു മാസം സിനിമ ഇഷ്ടപ്പെടുന്ന ഇടിമയം തന്നെ. കാരണം കുറെ കാലമായി ഇതുപോലെ ഒരു മമ്മൂട്ടി ചിത്രം വന്നിട്ടല്ലേ. ഭീഷ്മ പർവ്വതത്തിന് ശേഷം ഭീഷ്മ പർവ്വതത്തിന് വീട്ടിലേക്ക് വലിയ കാര്യമായിട്ടും മാസം ആക്ഷനങ്ങളൊന്നും അതിലില്ല. എങ്കിൽ കൂടി നമുക്ക് ആ ഫുള്ള് മമ്മൂട്ടിയുടെ ആക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് തിരക്കഥയാണ്. മിഥുൻ തോമസ് ഓസിലറിന് ശേഷം രണ്ടാമത് അവർ ഒന്നിച്ചിരിക്കുകയാണ് മിഥുൻ തോമസും കൂടിയിട്ട്. അപ്പൊ അതൊരു പ്രതീക്ഷ നല്ല ഉണ്ട് എന്തായാലും. അതെ, ഒരു കോംബോ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കൂട്ടാം. കാരണം രണ്ട് സിനിമയ്ക്ക് ശേഷം വൈശാഖും ഒരു സിനിമയ്ക്ക് ശേഷം മിഥുൻ തോമസും ഒന്നിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയുടെ കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അപ്പൊ എന്തായാലും വെറുതെ എന്തായാലും നിർമ്മിക്കില്ലല്ലോ മമ്മൂട്ടി. കഥ കേട്ടപ്പോ ചിലപ്പോ തോന്നിണ്ടാവും. കഥ കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഡേറ്റ് കൊടുത്തെന്നാണ് പറഞ്ഞു കേട്ടത്. തെലുങ്കിൽ നിന്നും സുനിലും അതുപോലെ തന്നെ കന്നഡയിൽ നിന്ന് രാജ്ബി ഷെഡ്ഡി ഒക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ താരങ്ങളില്ലായിട്ടല്ലോ ഇവരൊക്കെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടില്ലേ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന വില്ലന്മാരൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് മനസ്സിലായത് ഭീഷ്മ പർവ്വതത്തിൽ കുറച്ച് ഏജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പടത്തിലെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭീഷ്മ പർവ്വതത്തിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് തോന്നുന്നു മമ്മൂട്ടി കുറച്ച് പ്രായം ഉള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് തോന്നി ഒരു രക്ഷയില്ല. ആ സിനിമയിലേക്കാളും ഒന്നും കൂടി ചെറുപ്പമായ പോലെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ചെറുപ്പത്തിലോട്ട് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമായിരിക്കും അല്ലേ. ഏറ്റവും ഹൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക തരം സംഘം. അതെ, ഒരു ചെറിയ വിഭാഗം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇത്രയും നല്ല ഒരു ജനസമൂഹത്തിന്റെ ഇടയിൽ ഒരു ചെറിയ കൃമികൾ ഉണ്ടല്ലേ. അവർ ഈ പടത്തിനെ ബഹിഷ്കരിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം വേൾഡ് വൈഡ് റിലീസ് പടമാണ്. അതെ, ഇനിയൊരു രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തോടെ റിലീസ് ചെയ്യും. അത് അമ്മാതിരി, അതായത് എനിക്ക് തോന്നുന്നു ഉത്തര കൊറിയ ഒഴികെ ബാക്കി എല്ലാ രാജ്യത്തെയും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അത്ര ഒരു ഫേമസ് ആയിട്ട് വേൾഡ് വൈഡ് സിനിമയായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ടർബോ എത്തുന്നത്. എന്തായാലും ഈ സിനിമ റിലീസിന് മുന്നേ തന്നെ കോടികൾ കൊയ്തിട്ടുണ്ട്. പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമയുടെ ഏത് ടീം ബഹിഷ്കരിച്ചും കാര്യമൊന്നുമില്ല. സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ സിനിമ ചെയ്യുക. പക്ഷെ ഇത് ഒരേ ദിവസം സെയിം ഡേ എല്ലാവർക്കും റിലീസാണ്. അപ്പൊ ഫസ്റ്റ് ഡേ കളക്ഷന്റെ വേൾഡ് വൈഡ് നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ല. അമ്മാതിരി കളക്ഷൻ ആയിരിക്കും സിനിമ നേടാൻ പോകുന്നത്. പിന്നെ പോസിറ്റീവ് റിവ്യൂ ആണ് ഈ സിനിമക്ക് വരുന്നെങ്കിൽ, റിവ്യൂ നല്ലത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാവരും പടം കാണും. പക്ഷെ റിവ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് കാണാനുള്ള എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ വേഗം പോയി കാണും പടം. എന്തായാലും നല്ല പടമാണെങ്കിൽ വിജയിക്കും. അതിൽ പിന്നെ ആരെ എതിർത്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ മമ്മൂട്ടിയുടെ പേരിൽ ഒരു 100 കോടി ക്ലബ്ബ് ഒരു സിനിമ ഇല്ല. ഇപ്പൊ പ്രേമലു പറഞ്ഞ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറി നെസ്ലിന് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുള്ള നായകനായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മുടെ മെഗാസ്റ്റാറിന് അങ്ങനെ ഒരു പറയാൻ മാത്രം ഒരു 100 കോടി ഇല്ല. ചിലപ്പോ ഇത് എന്തായാലും കേറാൻ ചാൻസ് ഉണ്ട്. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇറങ്ങണ മലയാള പടങ്ങൾ ഒരുവിധം പടങ്ങളൊക്കെ ക്ലിക്കാ. എല്ലാ സിനിമകളും ഇപ്പൊ ബോക്സ് ഓഫീസ് തൂത്തുവാരിയാണ് അല്ലെ. വന്ന് പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമയുടെ കളക്ഷൻ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോകും. ഒരുപാട് പ്രതീക്ഷയിലാണ് പോണത്. ആ പ്രതീക്ഷ നമുക്ക് എന്തായാലും കിട്ടുമെന്ന് അറിയണം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കഥ ബേസ് ആയിട്ടുള്ള നമ്മള് പറയണത്. അതത്രയുള്ളൂ. ഇതിപ്പോ പ്രകൃതി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഫാമിലി, അതായത് ഒരു കഥ പ്രതീക്ഷിച്ച് സിനിമക്ക് പോകുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ലോജിക്കും നോക്കാതെ ഒരു മാസ സിനിമ പ്രതീക്ഷിച്ചിട്ടാണ് ഒരു സിനിമ പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ ആ സിനിമ പ്രതീക്ഷിച്ച് പോകണേ എന്തായാലും അത് അത്രയുള്ളൂ. കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ഷോ 8:00-ക്കാണ്. 8:30-ക്കുള്ള ഷോക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം നമുക്ക് ആ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയുണ്ട് അതിന്റെ അവസ്ഥ എന്നൊക്കെ നമ്മുടേതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിവ്യൂ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോ കുറച്ചായില്ലേ നമ്മളിപ്പോ നിർത്തിയതാണ്, പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഈ സിനിമ മുതൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇനി ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ സിനിമ കണ്ടിറങ്ങിയ ശേഷം റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. ചാനൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.